അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹില്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സഹോദരികളെ, സർവാധിനാഥനായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ വിശുദ്ധ റമദാനിൻ്റെ മുന്നോടിയായി റമദാനിനെ കുറിച്ച് പഠിക്കുന്ന, മനസ്സിലാക്കുന്ന ഒരു പഠന കോഴ്സിന് ഇന്ന് നമ്മൾ ആരംഭം കുറിക്കുകയാണ്. എല്ലാ റമദാനിൻ്റെ മുൻപിലും ഇത്തരത്തിലുള്ള പഠന ക്ലാസുകൾ നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പല ആളുകൾക്കും ഇതൊരു പുതിയ കാര്യമല്ല, ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. റമദാനിൻ്റെ മുമ്പ് നോമ്പിനെക്കുറിച്ച് പഠിക്കേണ്ട, മനസ്സിലാക്കേണ്ട കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായി പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ നമുക്കെല്ലാവർക്കും ഒന്നുകൂടെ ഓർക്കാനും വല്ല അബദ്ധങ്ങളുമുണ്ട് എങ്കിൽ തിരുത്താനുമുള്ള ഒരു സന്ദർഭമായി നമ്മൾ ഈ പഠന ക്ലാസ്സിനെ കാണണമെന്ന് ആമുഖമായി പ്രിയപ്പെട്ട പഠിതാക്കളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ പഠന കോഴ്സിനെ നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന രീതി, ഇൻഷാ അല്ലാഹ് 6 ക്ലാസ്സുകളാണ് നമുക്കുണ്ടായിരിക്കുക. ഏകദേശം 20 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെയുള്ള, അതിൻ്റെ ഇടയിലുള്ള 6 ക്ലാസ്സുകൾ. 6 ക്ലാസ്സുകൾക്ക് ശേഷം ഒരു സംശയ നിവാരണത്തിനുള്ള അവസരമുണ്ടായിരിക്കും. ബഹുമാന്യ പണ്ഡിതൻ അബ്ദുൽ ജബ്ബാർ മദീനി ഹഫിളഹുല്ലാ അദ്ദേഹമായിരിക്കും നമ്മുടെ സംശയ നിവാരണ ക്ലാസ്സിൽ പങ്കെടുക്കുക. നമ്മുടെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി നൽകും. അപ്പോൾ സംശയമുള്ള ആളുകൾ, നോമ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിയേണ്ട, പഠിക്കേണ്ട ഗൗരവമുള്ള വിഷയങ്ങൾ, അത് നിങ്ങൾ ടെക്സ്റ്റായി എൻ്റെ വാട്സപ്പിലേക്ക് അയച്ചു തരിക. ഇൻഷാ അല്ലാഹ് നമ്മളത് മൗലവിക്ക് കൈമാറുകയും പിന്നീട് അദ്ദേഹം ആ ചോദ്യങ്ങൾക്ക് നമ്മുടെ ലൈവ് സെഷനിൽ വന്ന് മറുപടി നൽകുകയും ചെയ്യും. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രയാസങ്ങൾ കൂടാതെ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ നമ്മുടെ ഈ പഠന കോഴ്സ് പൂർത്തീകരിക്കാൻ എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളൊരു സാധാരണ ഒരു ക്ലാസ് കേൾക്കുന്ന, പ്രസംഗം കേൾക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് മാറി നോമ്പിനെക്കുറിച്ച് പഠിക്കാനിരിക്കുകയാണ് എന്ന ബോധത്തോടെ വേണം നമ്മൾ ഓരോരുത്തരും ഈ ക്ലാസ്സിലിരിക്കാൻ. അതുകൊണ്ട് തന്നെ ഒരു പേനയും ബുക്കുമൊക്കെ കയ്യിൽ കരുതുന്നത് നല്ലതാണ്. നമുക്കറിയാത്ത വല്ല കാര്യങ്ങളും ലഭിക്കുകയാണ് എങ്കിൽ അതൊന്ന് എഴുതി വെക്കാൻ, അതൊന്ന് ചിട്ടപ്പെടുത്താൻ എല്ലാവരും ശ്രദ്ധിക്കണം. വളരെ സുപ്രധാനമായ ഒരു ഇബാദത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. നമുക്കറിയാം, ഏതൊരു ഇബാദത്താകട്ടെ, ഏതൊരു ആരാധനയാകട്ടെ, ആ ആരാധനയെക്കുറിച്ച് നന്നായി പഠിച്ച് മനസ്സിലാക്കി നമ്മളത് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നൊരു ആനന്ദമുണ്ട്, നമുക്ക് ലഭിക്കുന്നൊരു സന്തോഷമുണ്ട്. കാരണം നമുക്കതിനെക്കുറിച്ച് അറിയാം, നമുക്കത് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ നമുക്ക് ലഭിക്കുന്ന സന്തോഷം അത് അനിർവചനീയമാണ്, വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ കഴിയാത്തതാണ്. അതുകൊണ്ട് തന്നെ നാം അനുഷ്ഠിക്കാൻ പോകുന്ന ഇബാദത്താകുന്ന നോമ്പിനെക്കുറിച്ച് അതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. ആ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്തരത്തിലൊരു പഠന കോഴ്സിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്. അദ്ദേഹം പറഞ്ഞു, മല്ലാ യുഹിബ്ബുൽ ഇൽമ ലാ ഖൈറ ഫീഹി. മല്ലാ യുഹിബ്ബുൽ ഇൽമ, ഇൽമിനെ ഇഷ്ടപ്പെടാത്തവൻ അഥവാ അറിവിനെ സ്നേഹിക്കാത്ത മനുഷ്യൻ, ലാ ഖൈറ ഫീഹി, അവനിൽ യാതൊരു നന്മയുമില്ല എന്നാണ്. എത്ര ഗൗരവമുള്ള വാചകമാണ്! അറിവിനെ സ്നേഹിക്കാത്തവൻ, അറിവിനെ ഇഷ്ടപ്പെടാത്തവൻ, അവനിൽ ഒരു ഖൈറുമില്ല എന്നാണ്, അവനിൽ ഒരു നന്മയുമില്ല എന്നാണ്.
നമ്മുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നു, റമദാനിനെ കുറിച്ച് പഠിപ്പിക്കുന്ന, റമദാനിനെ കുറിച്ച് വിശദീകരിക്കുന്ന ഒരു ക്ലാസ് ഉണ്ട് അല്ലേ. ആ മെസ്സേജ് കണ്ട ഉടനെ അതിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത ആളുകളാണ് നിങ്ങളിൽ മഹാഭൂരിപക്ഷം ആളുകളും. ഏകദേശം 1000-ഓളം ആളുകൾ നമ്മുടെ ഏതാനും ദിവസങ്ങൾ കൊണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്, പുതുതായി ജോയിൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അപ്പുറം 15 ഗ്രൂപ്പുകളിൽ നമ്മുടെ പഠിതാക്കൾ ഉണ്ട്. അവിടെ പഠിതാക്കൾ 15 ഗ്രൂപ്പുകളിലുണ്ട്. അപ്പോൾ നോക്കൂ, നിങ്ങൾ അറിവിനെ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ്, അറിവിനോട് സ്നേഹമുണ്ടായത് കൊണ്ടാണ് ദീന് പഠിക്കാൻ ലഭിക്കുന്ന ഈ അവസരത്തെ എന്ത് ചെയ്തത്, ഉപയോഗപ്പെടുത്തിയത്. മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ വാചകം അതാണ്, മല്ലാ യുഹിബ്ബുൽ ഇൽമ ലാ ഖൈറ ഫീഹി. അറിവിനെ ഇഷ്ടപ്പെടാത്തവന് യാതൊരു ഖൈറുമില്ല എന്നാണ്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയോട് ചോദിക്കുന്നുണ്ട്, ഒരു അടിമ ചെയ്യുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം എന്താണ്? ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയോടുള്ള ചോദ്യമാണ്. അദ്ദേഹം പറഞ്ഞത് ത്വലബുൽ ഇൽമ് എന്നാണ്. അറിവ് അന്വേഷിക്കലാണ്, ദീന് പഠിക്കലാണ്, വിജ്ഞാനം നേടലാണ്. ഒരു അടിമ ചെയ്യുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം, പവിത്രതയുള്ള കാര്യം എന്താ? അള്ളാഹിൻ്റെ ദീന് പഠിക്കുക എന്നുള്ളതാണ്, അള്ളാഹുവിൻ്റെ ദീന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. മഹാനായ ഇബ്നു മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞൊരു വാചകമുണ്ട്. അദ്ദേഹം പറഞ്ഞു, അവ്വലുൽ ഇൽമി അന്നിയ്യ. അറിവ് നേടുന്ന ആളുകൾ അവരാദ്യം മനസ്സിലാക്കേണ്ട കാര്യം, അവരുടെ നീയത്ത് അവർ ശരിയാക്കണം, അവരുടെ നീയത്ത് ശരിയാക്കണം. ഇപ്പം ഞാനും നിങ്ങളും സംസാരിക്കുന്ന ഞാനാകട്ടെ, കേൾക്കുന്ന നിങ്ങളാകട്ടെ, നമ്മുടെ നീയത്ത് ശരിയാക്കണം. എന്തിനാണ് നമ്മൾ ഇരിക്കുന്നത്? നമ്മൾ എന്തിനാ ഈ സമയത്ത്? എന്തൊക്കെ തിരക്കുണ്ട് നമുക്കൊക്കെ, എന്തൊക്കെ ആവശ്യങ്ങളുണ്ട് നമുക്കൊക്കെ. അതെല്ലാം മാറ്റിവെച്ച് നമ്മളിവിടെ ഒരുമിച്ചിരിക്കുന്ന എന്തിനാ? ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള വ്യത്യസ്ത വീടുകളിൽ, അതേപോലെ തന്നെ ഓഫീസുകളിൽ, വാഹനത്തിൽ, പല സ്ഥലങ്ങളിലും ഇരുന്ന് ഈ ക്ലാസ് കേൾക്കുന്ന ആൾക്കാരുണ്ട്. എന്തിനാണിത്? നമ്മുടെ നീയത്ത് നമ്മൾ നന്നാക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചായിരിക്കണം ഇവിടെ ഇരിക്കേണ്ടത്. അള്ളാഹുവിൻ്റെ മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുന്ന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യം, അള്ളാഹിൻ്റെ ദീനിൻ്റെ സദസ്സുകളിൽ അവൻ്റെ മലക്കുകളുടെ ദുആ ലഭിക്കുമെന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ നീയത്ത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നന്നാക്കണം. അപ്പോൾ അവ്വലുൽ ഇൽമി അന്നിയ്യ, അറിവിൻ്റെ കൂട്ടത്തിൽ അറിവ് നേടുമ്പോൾ ആദ്യം വേണ്ട നീയത്താണ്, നല്ല ഉദ്ദേശമാണ്. ഞാൻ പഠിക്കാൻ വേണ്ടിയിരിക്കും, ആരെയും ബോധ്യപ്പെടുത്താനല്ല. എൻ്റെ അടുക്കൽ അപാകതകൾ ഉണ്ടെങ്കിൽ അത് തിരുത്താനാണ്, എൻ്റെ ഇബാദത്ത് നന്നാക്കാനാണ്. ആ ഉദ്ദേശമായിരിക്കണം നമുക്കുണ്ടാക്കേണ്ടത്. അതിന് വേണ്ട കാര്യം എന്താ? അദ്ദേഹം പറഞ്ഞു, സുമ്മൽ ഇസ്തിമാ, പിന്നെ നല്ല കേൾവിക്കാരാവുക. നന്നായി എന്ത് ചെയ്യുക? കേൾക്കുക, ശ്രദ്ധിച്ച് കേൾക്കുക. വിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് അല്ലാഹു പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം എന്ന് പഠിപ്പിക്കുന്നുണ്ട് അല്ലേ? ശ്രദ്ധിച്ച് കേൾക്കണം. ധാരാളം പ്രസംഗങ്ങൾ, ധാരാളം ക്ലാസ്സുകളൊക്കെ നമ്മൾ ദിനേന നമ്മളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക. അപ്പം നല്ല കേൾവിക്കാരാകുക നമ്മൾ. സുമ്മൽ ഫഹം, പിന്നെ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കണം. ഈ കേട്ടിട്ട് എന്ത് ചെയ്യണം? ആ കേൾക്കുന്ന കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കുക. അതേപോലെ തന്നെ സുമ്മൽ ഹൈഫുൽ, പിന്നെ അത് ഹൈഫുലാക്കണം, മനപ്പാടമാക്കണം. നിയത്ത് നന്നാക്കണം, നന്നായി കേൾക്കണം, അത് മനസ്സിലാക്കണം, അത് ഹിഫ്ലാക്കണം. സുമ്മൽ അമൽ, പിന്നെ എന്ത് ചെയ്യണം? പ്രവർത്തിക്കണം. നമ്മളിൽ പല ആളുകളും ഈ മേഖലയിൽ വളരെ പിറകോട്ട്. ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറഞ്ഞല്ല, പറയുന്ന ഞാനാകട്ടെ, കേൾക്കുന്ന നിങ്ങൾ, നമുക്ക് പലപ്പോഴും വീഴ്ച സംഭവിക്കുന്ന മേഖല ഏതാ? നമ്മളൊക്കെ കുറേ കേൾക്കുന്നുണ്ട്, കുറേ കാര്യങ്ങൾ നമുക്കറിയാം. പക്ഷേ പ്രവൃത്തിപഥത്തിൽ എന്തൊക്കെ ഉണ്ട്? പ്രവൃത്തിപഥത്തിൽ എന്തൊക്കെ കൊണ്ടുവരാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്? അവസാനത്തെ കാര്യം എന്താ അറിയോ? ഇബ്നു മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് സുമ്മൻ നശ്ർ, പിന്നെ അത് പ്രചരിപ്പിക്കണം. അപ്പം അറിവ് നേടുന്ന ഒരാൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ഒന്നാണ് നിയ്യത്ത് നന്നാക്കണം, നന്നായി കേൾക്കണം, മനസ്സിലാക്കണം, ഹിഫ്ളാക്കണം, പ്രവർത്തിക്കണം. 5 കാര്യമായി. 6ാമത്തെ കാര്യം എന്താ? സുമ്മൻ നശ്ർ, പിന്നെ അത് പ്രചരിപ്പിക്കണം. നമ്മൾ നേരെ തിരിച്ച് ആദ്യം തന്നെ നമ്മൾ പ്രചരിപ്പിക്കാൻ നമ്മളൊക്കെ ഉഷാറാണ് അല്ലേ? നമ്മൾ ഒരു മെസ്സേജ് വന്ന നേരെ ഫോർവേഡ്, അത് നല്ല കാര്യമാണ്, വേണ്ടെന്നല്ല. നമുക്ക് ലഭിക്കുന്ന ഇൽമ് നമ്മൾ മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കണം, അത് ഖൈറാണ്, അതിൽ സംശയമൊന്നുമില്ല, വലിയ പുണ്യം ലഭിക്കുന്ന കാര്യമാണ്. പക്ഷെ അതിൻ്റെ മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ സ്വഹാബികൾ അവർ ആയത്തിറങ്ങിയാൽ ആ ആയത്ത് അവരാദ്യം പഠിക്കും. അതെന്താണ് അവർ പഠിക്കും, എന്നിട്ട് അവരെന്ത് ചെയ്യും? അത് മനസ്സിലാക്കും, എന്നിട്ട് അവരുടെ ജീവിതത്തിലേക്ക് അവർ കൊണ്ടുവരും. അവർ പ്രവൃത്തിപഥത്തിലേക്ക് കൊണ്ടുവരും, എന്നിട്ടാണ് അവർ മറ്റുള്ള ആളുകൾ അത് പഠിപ്പിക്കുക. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് വേണം? നമ്മൾ നല്ല ശ്രോതാവാകണം, നന്നായി മനസ്സിലാക്കണം, അത് ഹിഫ്ളാക്കേണ്ടതാണ് എങ്കിൽ ഹിഫ്ളാക്കണം, പിന്നെ നമ്മളത് പ്രവർത്തിക്കണം, അതേപോലെ തന്നെ എന്ത് ചെയ്യണം? പ്രചരിപ്പിക്കും വേണം. അപ്പോൾ ഈ പഠന കോഴ്സിൻ്റെ ആമുഖമായി ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഇത് ഓർമ്മപ്പെടുത്താനുള്ള കാരണം എന്താ അറിയോ? നമ്മളിത് പഠിക്കുന്ന ആളുകളാകണം, അതോടൊപ്പം തന്നെ പ്രവർത്തിക്കുന്നവരുമാകണം.
അതിൻ്റെ കൂടെ ഇതറിയാത്ത ഒരുപാട് മനുഷ്യന്മാരുണ്ട്. അവരിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റണം. ഇത് മാത്രമല്ല, ഈ ഒരു ക്ലാസ് മാത്രമല്ല, സത്യസന്ധമായ സ്രോതസ്സിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന നേരായ വിജ്ഞാനം എന്ത് ചെയ്യണം, മറ്റുള്ള ആളുകളിലേക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കണം. പ്രബോധകന്മാരാകണം. അതിന് മുമ്പ് ചെയ്യേണ്ടതൊക്കെ ചെയ്യുവാണ്. നന്നായി കേൾക്കണം, പഠിക്കണം, പ്രവർത്തിക്കണം, മനസ്സിലാക്കണം. എന്നിട്ട് എന്ത് ചെയ്യുക, മറ്റുള്ള ആളുകളിലേക്ക് നമ്മൾ എത്തിക്കണം. എന്താണെന്നറിയോ, അറിവ് നമ്മൾ ശരിക്കും പഠിച്ചിട്ടില്ല എങ്കിൽ, ദീന് നമ്മൾ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ അതിൻ്റെ അപകടം എന്താ അറിയോ? ഞാൻ ആ അപകടം പറഞ്ഞിട്ട് നമ്മുടെ ക്ലാസ്സിലേക്ക് നമ്മൾ പ്രവേശിക്കും. എന്താ അതിൻ്റെ ഏറ്റവും വലിയ അപകടം? ഇമാം മാലിക് ബിൻ അനസ് അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്. അദ്ദേഹം പറയാണ്, ഇന്ന അഖ്വാമൻ, ചില ആളുകൾ അവരെന്ത് ചെയ്തു, ഇന്ന അഖ്വാമൻ ഇബ്തഗുൽ ഇബാദത വഅദഉൽ ഇൽമ, അവർ ഇൽമ നേടുന്നത്, ഇൽമ അന്വേഷിക്കുന്നത് ഒഴിവാക്കിയിട്ട് അവരെന്ത് ചെയ്തു, ഇബാദത്തുകൾ ചെയ്യാൻ ശ്രമിച്ചു, ആരാധനകൾ ചെയ്യാൻ ശ്രമിച്ചു. അവരുടെ ശ്രമം എന്താ? ആരാധനകളാണ്. നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെ ആരാധനകളിലാണ്. അവർ അറിവ് നേടുന്നതിന് അവർ മറന്നുപോയി, അതിനവർ വിസ്മരിച്ചു. എന്നിട്ട് ഇമാം മാലിക് ബിൻ അനസ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ വാചകം തന്നെ, ഫഖറജു അല ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവരെന്ത് ചെയ്തു, പിൽക്കാലത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിനെതിരെ വാളുമായി കൊണ്ട് അവർ ഇറങ്ങി തിരിച്ചു എന്നാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇബാദത്ത് ചെയ്ത ആളുകൾ, നിസ്കരിച്ച, നോമ്പ് നോറ്റ, ആരാധനകളിൽ മുഴുകിയ ആളുകൾ പിൽക്കാലഘട്ടത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനെതിരെ വാളുമായി കൊണ്ട് ഇറങ്ങി തിരിച്ചു എന്നാണ്. എന്തുകൊണ്ടാണത്? അറിവ് നേടാത്തതുകൊണ്ടാണ്, വിജ്ഞാനം നേടാത്തത് കൊണ്ടാണ്. മനസ്സിലായില്ല? എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, അവർ അറിവ് നേടിയിരുന്നെങ്കിൽ, അവര് വിജ്ഞാനമുള്ള ആളുകളായിരുന്നെങ്കിൽ അവരൊരിക്കലും വാളെടുത്തിട്ട് എന്ത് ചെയ്യൂല, ഇറങ്ങിത്തിരിക്കുമായിരുന്നില്ല. വിജ്ഞാനം അവരെ അതിൽ നിന്ന് തടയുമായിരുന്നു എന്നാണ്. അതുകൊണ്ട് എന്ത് വേണം, നമ്മൾ അറിവ് നേടണം, നമ്മൾ പഠിക്കാൻ എന്ത് ചെയ്യണം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സമയം കണ്ടെത്തണം. ദുനിയാവിനെ തേടി നടക്കുന്നവർ ദുനിയാവിലെ ഏറ്റവും വലിയ ആസ്വാദനത്തെക്കുറിച്ച് അശ്രദ്ധരാണ് എന്ന് മഹാനായ ഇമാം ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുണ്ട്. ദുനിയാവിനെ തേടി നടക്കുന്ന മനുഷ്യന്മാർ ദുനിയാവിലെ ഏറ്റവും വലിയ ആസ്വാദനത്തെക്കുറിച്ച് അശ്രദ്ധരാണെന്നാണ്. അപ്പം അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, ആ ആസ്വാദനം എന്താണ് ദുനിയാവിലെ ഏറ്റവും വലിയ ആസ്വാദനം? അദ്ദേഹം പറഞ്ഞത് അറിവാണെന്നാണ്, വിജ്ഞാനമാണെന്നാണ്. നമ്മുടെ ഇബാദത്തുകൾ നമുക്ക് ആസ്വാദനമാകണമെങ്കിൽ ആ ഇബാദത്തുകളെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നന്നായി പഠിക്കണം. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഈ ഒരു ദൗറയുടെ ആമുഖമായി അറിവ് നേടൽ വളരെ അനിവാര്യമാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ എന്ത് ചെയ്തത്, ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിയത്. നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്താ, നമ്മൾ ദീനിൻ്റെ സദസ്സിലിരിക്കുമ്പോൾ, ദീന് പഠിക്കാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ ദുആ ചെയ്യണം. നോക്കി, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിൽ പഠിപ്പിച്ച പ്രാർത്ഥന എന്താ? വഖുൽ റബ്ബി സിദ്നി ഇൽമാ, റബ്ബി സിദ്നി ഇൽമാ, റബ്ബേ എൻ്റെ രക്ഷിതാവേ നീ എനിക്ക് വിജ്ഞാനം വർദ്ധിപ്പിച്ചു തരണേ എന്ന് പ്രാർത്ഥിച്ചു. ആര്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു. അപ്പം നമ്മൾ പ്രാർത്ഥിക്കണം താനോട്, അല്ലാഹു ദീനിൽ എന്ത് ചെയ്യണം, അവഗാഹം നൽകണം, ദീനിൽ എന്ത് ചെയ്യണം, അറിവ് നേടാനുള്ള തൗഫീക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കണം. നമ്മൾ എത്ര കാര്യങ്ങൾ നമുക്കൊക്കെ അറിയാം, ദീനിൽ എന്തൊക്കെ നമുക്കറിയാം, ദീനിൽ പല കാര്യങ്ങളും അറിയാത്ത ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് മനുഷ്യന്മാരുണ്ട്, ദീനിൽ പലതും അറിയാത്ത മനുഷ്യന്മാരുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ തന്നെ പല ആളുകൾക്കും പലതും അറിയാം. ഞാൻ പറഞ്ഞാൽ ഞാൻ ആരെയും കുറ്റപ്പെടുത്താനോ കൊച്ചാക്കാനോ വേണ്ടി സംസാരിക്കുന്നതല്ല. നമ്മൾ ഈ ക്ലാസ് ഗ്രൂപ്പിൽ നമ്മളൊരു ചെറിയൊരു ടെസ്റ്റ്, ഒരു മെസ്സേജ് നമ്മൾ അയച്ചിരുന്നു അല്ലേ, നോമ്പിനെ കുറിച്ചുള്ള നമ്മുടെ അറിവ് എത്രമാത്രം ഉണ്ടെന്ന് സ്വയം പരിശോധിക്കാൻ അല്ലേ. ആത്മാർത്ഥമായിട്ടാണ് ഈ സഹോദരങ്ങളും സഹോദരികളൊക്കെ അതിൽ പങ്കെടുത്തത്. നമുക്കപ്പോൾ മനസ്സിലായില്ല നമുക്ക് എന്തൊക്കെ അറിയാന്ന്, നമുക്ക് എത്രമാത്രം നോമ്പിനെക്കുറിച്ചുള്ള അറിവുണ്ട് എന്ന് നമുക്ക് സ്വയം മനസ്സിലായല്ലോ. വളരെ സുപ്രധാനമായി നമ്മളൊക്കെ അറിയേണ്ട കാര്യമായിരുന്നു അത്. അതിൽ നമുക്ക് എത്ര മാർക്ക് കിട്ടി, ഞാൻ മാർക്കിന് വേണ്ടിയല്ല, ഞാൻ സ്വയം വിലയിരുത്താൻ വേണ്ടി ചോദിക്കുന്നതാണ്. അപ്പം നമ്മൾ പഠിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് എന്ത് വേണം, അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യണം, റബ്ബേ അറിവ് വർദ്ധിപ്പിച്ചു തരണേ എന്ന് എന്ത് ചെയ്യണം, പ്രാർത്ഥിക്കണം. അതേപോലെ തന്നെ നമ്മൾ കഠിനമായിട്ട് പരിശ്രമിക്കണം, നല്ല പരിശ്രമം. ഈ അറിവ് എന്ന് പറഞ്ഞാൽ വെറുതെ കിട്ടൂല, നല്ലോണം പരിശ്രമിക്കണം, നന്നായി അധ്വാനിക്കണം. അപ്പോഴേ നമുക്ക് അറിവുള്ള ആളുകളായിട്ട് നമ്മൾ മാറുക, വിജ്ഞാനമുള്ള ആളുകളായിട്ട് മാറുക. മഹാനായ യഹ്യ ബിൻ ലൈത്ത് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു ചരിത്രമുണ്ട്. യഹ്യ ബിൻ ലൈത്ത് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഇമാം മാലിക്കിൻ്റെ സദസ്സിൽ വിജ്ഞാനം തേടി പോകുമായിരുന്നു. ഇമാം മാലിക്കിൻ്റെ സദസ്സിൽ യഹ്യ ബിൻ ലൈത്ത് റഹ്മത്തുള്ളാഹി അലൈഹി വലിയ പണ്ഡിതനാണ്. ഇമാം മാലിക്കിൻ്റെ സദസ്സിൽ വിജ്ഞാനം തേടി അദ്ദേഹം പോകുമായിരുന്നു. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു, അങ്ങനെ ഒരു വിജ്ഞാന സദസ്സിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആരോ വിളിച്ചു പറഞ്ഞു, ഇവിടെ ഒരു ആന വന്നിക്കണ്. ആനനെ അറിയാലോ നമുക്ക്, ആ നാട്ടിൽ ആന വന്നിക്കണെന്ന് പറഞ്ഞു. അപ്പോൾ ഇമാം മാലിക്കിൻ്റെ സദസ്സിൽ നിന്ന് ആളുകൾ, കുട്ടികളൊക്കെ ഇറങ്ങി ഓടി ആനനെ കാണാൻ വേണ്ടിയിട്ട്.
കാരണം ആദ്യമായിട്ട് ആന വല്ലാതെ ഒന്നും കാണാത്തൊരു ജീവിയാണല്ലോ. ഒരു ആനനെ കാണുമ്പോൾ ഒരു കൗതുകം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇവരെ കുട്ടികളൊക്കെ ഇറങ്ങി ഓടിയതാണ്. കുട്ടികൾ എന്ന് പറഞ്ഞാൽ പ്രായമുള്ള ആൾക്കാരൊക്കെയാണ്. അവരൊക്കെ ആനനെ കാണാൻ ഓടിയതാണ്. ഒരാൾ മാത്രം സദസ്സിൽ ബാക്കിയായി. അതാരാ? യഹിയ ബിൻ ലൈത്ത് റഹ്മത്തുള്ളാഹി അലൈഹിയാണ്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, ഗുരുനാഥൻ ചോദിച്ചാൽ നിങ്ങൾ പോണില്ലേ ആനനെ കാണാൻ? എല്ലാവരും ആന വന്നു എന്ന് പറഞ്ഞപ്പോൾ ഇറങ്ങി ഓടിയല്ലോ, നിങ്ങളെന്താ പോകാത്തത്? അപ്പം അദ്ദേഹം കൊടുത്തൊരു മറുപടി ഉണ്ട്. അദ്ദേഹം പറഞ്ഞെന്താ അറിയോ? ഞാൻ ഈ സദസ്സിലേക്ക് വന്നത് ആനനെ കാണാനല്ല, ഞാൻ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയിൽ നിന്ന് വിജ്ഞാനം കരസ്ഥമാക്കാനാണ്, അല്ലാതെ ആനനെ കാണാൻ വന്നതല്ല ഞാൻ. നോക്കി നിങ്ങൾ, ആ മഹാപണ്ഡിതൻ ആ സദസ്സിലിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എന്താ? അദ്ദേഹത്തിൻ്റെ പരിശ്രമം എന്തിനാ? ദീന് പഠിക്കാനാണ്. ദീന് പഠിക്കാനാണ്, വേറെ ഒന്നും എന്തില്ല അദ്ദേഹത്തിൻ്റെ തലയിലേക്ക് വരുന്നില്ല. മനസ്സിലായില്ല? അതുകൊണ്ട് എന്ത് വേണം? നന്നായി പരിശ്രമിക്കണം. നമ്മൾ നന്നായി പരിശ്രമിക്കണം. നമ്മൾ സുഫിയാനു സൗരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ചരിത്രം അങ്ങനെ വായിക്കുമ്പോൾ ഒരു സംഭവം നമ്മൾ കാണുന്നുണ്ട്. ഹമ്മാദ് ബിൻ സലമ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം പിന്നെ ഒരു മഹാപണ്ഡിതൻ്റെ അടുക്കലേക്ക് ഓടിയെത്തുകയാണ്. വളരെ ദൂരത്ത് നിന്ന് യാത്ര ചെയ്ത് വരികയാണ്. എന്നിട്ട് ആ യാത്ര ചെയ്ത് വന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എനിക്ക് ഇന്ന ഹദീസ് പറഞ്ഞു തരണം. വന്ന ഉടനെ തന്നെ പറഞ്ഞ വാദം എന്താ? ഹദ്ദതനി അബുൽ ഉഷ്റാഇ അൻ നബീഹിൽ ഹദീസ്. ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ടൊരു ഹദീസാണ്. ആ ഹദീസ് എന്ത് ചെയ്യണം? പറഞ്ഞു തരണം. അങ്ങനെ എന്ത് ചെയ്തു? മഹാനായ സുഫിയാനു സൗരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ആ ഹദീസൊക്കെ പറഞ്ഞു കൊടുത്തു. ഹദീസ് കേട്ട് കഴിഞ്ഞ ഉടനെ അദ്ദേഹം എന്ത് ചെയ്തു? സലാം പറഞ്ഞു. എന്നിട്ട് സലാം പറഞ്ഞു. അപ്പോൾ ചോദിച്ചു, നിങ്ങളാരാ? അല്ല, പിന്നെ മഹാപണ്ഡിതനായ സുഫിയാനു സൗരിയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ചോദിച്ചു, നിങ്ങളാരാ? ഞാൻ സുഫിയാനാണ്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എന്തേ ആദ്യം സലാം പറയാഞ്ഞത്? വന്ന ഉടനെ തന്നെ ഹദീസാണല്ലോ ചോദിച്ചു, ആദ്യം നിങ്ങൾ എന്തേ സലാം പറയാഞ്ഞത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി എന്താ അറിയോ? ഞാൻ പേടിച്ചു പോയിന്നാ. ഞാൻ ഈ ഹദീസ് കേൾക്കണതിൻ്റെ മുമ്പ്, നിങ്ങളുടെ അടുക്കൽ നിന്ന് ഈ ഹദീസ് കേൾക്കണതിന് മുമ്പ് ഞാൻ മരിക്കുമെന്ന് പേടിച്ചു. അപ്പോൾ ആദ്യം ആ ഹദീസ് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്തു? ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് ഹദീസ് ചോദിച്ചത്. എന്നിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്ത്? കണ്ടുമുട്ടിയാൽ പറയുന്ന മര്യാദ പാലിക്കണത്. അത്രമാത്രം അറിവ് നേടാൻ വേണ്ടി അവരൊക്കെ എന്ത് ചെയ്തിരുന്നു? അവർ പരിശ്രമിച്ചിട്ടുണ്ടെന്ന് അർത്ഥം. അപ്പം നമ്മളും നന്നായി പരിശ്രമിക്കണം. ധാരാളം തവണ കേൾക്കുക, വായിക്കുക, അതൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ നമ്മൾ പഠിക്കുന്നത് ശരിയായ സ്രോതസ്സിൽ നിന്നാണെന്ന് ഉറപ്പുവരുത്തണം. ഈ പറയുന്ന ദീനാണെന്ന് ഉറപ്പുവരുത്തണം. മനസ്സിലല്ലേ? ദീനാണെന്ന് ഉറപ്പുവരുത്തണം. ഇവിടെ ചർച്ച ചെയ്യുന്ന സ്വഹീഹാണ്, ലൈഫായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നില്ല. ഇത് സലഫു സാലിഹീങ്ങളുടെ മാർഗമാണ് എന്ന് നമ്മൾ എന്ത് ചെയ്യണം? ആരടുത്ത് കേൾക്കാണ്, ഞാനാകട്ടെ ആരാകട്ടെ, ഉറപ്പുവരുത്തിക്കോട്ടെ. ദീനാണ് പറയണമെന്ന് ഉറപ്പുവരുത്തണം. മനസ്സിലായില്ലേ? അത് നമ്മളിത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം. മഹാപണ്ഡിതനായ ഇബ്നു സീരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞൊരു വാചകമുണ്ട്, നിങ്ങൾ നേടുന്ന ഈ അറിവ് അത് നിങ്ങളുടെ മതമാണ്, നിങ്ങളുടെ ദീനാണ്. അതുകൊണ്ട് തന്നെ ആരിൽ നിന്നാണ് അത് സ്വീകരിക്കുന്നത് എന്ന് സൂക്ഷ്മമായിട്ട് പരിശോധിച്ചു കൊള്ളട്ടെ എന്നെന്ത് ചെയ്തിട്ടുണ്ട്? മഹാപണ്ഡിതൻ നമ്മൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇഖ്ലാസുള്ള ആൾക്കാരാകണം. നമ്മൾ പഠിക്കണതേ കുറേ അറിവുള്ള ഒരു അറിവാളനാണ് അതിന് വേണ്ടിയിട്ടല്ല. നമ്മൾ ആത്മാർത്ഥമായിട്ട് എന്ത് ചെയ്യുക? പഠിക്കുക. മനസ്സിലായില്ലേ? അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണോ കർമ്മങ്ങൾ ചെയ്യുന്നത് അതേ പഠിച്ചത് എന്ത് ചെയ്യണം? ഇത്തിബാ ഉണ്ടായിരിക്കണം. നബി കാണിച്ചു തന്നതുപോലെയാണോ നമ്മുടെ കർമ്മങ്ങൾ ചെയ്യുന്നത് എന്ന് എന്ത് ചെയ്യണം? നമ്മൾ പരിശോധിക്കണം. മനസ്സിലായില്ല? അത് നമ്മൾ എന്ത് ചെയ്യണം? പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇതൊക്കെ ഒരു ക്ലാസിൻ്റെ തുടക്കത്തിൽ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇനി നമ്മൾ നോമ്പിൻ്റെ ദൗറയിലേക്ക് നമ്മൾ പ്രവേശിക്കണം. നമുക്കറിയാം, ഒരു റമദാൻ കൂടെ അള്ളാഹു അനുഗ്രഹിച്ചാൽ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ ഒരു റമദാൻ കൂടെ കടന്നു വരികയാണ്. അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, എത്ര റമദാനുകൾ കഴിഞ്ഞുപോയി. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്ര റമദാനുകൾ കഴിഞ്ഞുപോയി. സംസാരിക്കുന്ന എനിക്ക് 40 വയസ്സായി. നമ്മുടെ ഓർമ്മയിൽ വരുന്ന കുറേ റമദാനുകളുണ്ട് അല്ലേ? നമ്മൾ പിന്നെ ചെറിയ കുട്ടിക്കാലത്ത് അല്ലാതെ നമ്മുടെ ഓർമ്മയിൽ നിറഞ്ഞു നിൽക്കുന്ന കുറേ റമദാനുകളുണ്ട്. എങ്ങനെയായിരുന്നു ആ റമദാനുകളൊക്കെ? ഈ കഴിഞ്ഞ റമദാൻ എങ്ങനെയായിരുന്നു? നമ്മൾ വിചാരിച്ചതുപോലെ സുഹൃതങ്ങൾ ചെയ്യാൻ, നന്മകൾ ചെയ്യാൻ ഈ റമദാനിലൊക്കെ നമുക്ക് പറ്റിയിട്ടുണ്ടോ? നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഞാൻ പറയുന്നത്, വരാൻ പോകുന്ന റമദാൻ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ ഓരോ റമദാനുകളെ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ അതിൽ ഏറ്റവും നല്ല റമദാനാക്കി മാറ്റുമെന്ന തീരുമാനം എടുക്കാൻ പറ്റണം. ഇനി വരാൻ പോണ റമദാൻ അള്ളാഹു തൗഫീക്ക് നൽകിയാൽ, റബ്ബ് നമ്മൾ റമദാനിനെ സ്വീകരിക്കാനുള്ള തൗഫീക്ക് നമുക്ക് നൽകിയാൽ, നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ റമദാനുകളെ അപേക്ഷിച്ച് ഏറ്റവും നല്ല റമദാനായിരിക്കും വരാൻ പോകുന്നത്. ഇപ്പം തന്നെ തീരുമാനിക്കുക, അതിന് പദ്ധതി ഉണ്ടാക്കുക. മനസ്സിലായി? അതിന് പ്ലാൻ ഉണ്ടാക്കണം.
കാരണം അത്ര മഹത്വമുണ്ട് റമദാൻ. ഇൻഷാ അല്ലാഹ് നമ്മളതിലേക്ക് പ്രവേശിക്കും, നമ്മളതൊക്കെ പറയും. അതുകൊണ്ട് അങ്ങനെ ഒരു ധാരണ തുടക്കത്തിൽ തന്നെ നമുക്കുണ്ടാകണം. നോക്കൂ നിങ്ങൾ, മഹാനായ ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉദ്ധരിക്കുന്ന ഒരല്പം സുദീർഘമായ ഒരു ഹദീസുണ്ട്. അദ്ദേഹം പറഞ്ഞു, രണ്ടാൾക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിലേക്ക് വന്നു. നബിൻ്റെ മുമ്പിൽ വന്ന് രണ്ടാൾക്കാർ, എന്നിട്ട് അവർ പരിപൂർണരായി അവർ വിശ്വാസം ചെയ്തു, അവർ മുസ്ലിമായി. രണ്ടാൾക്കാർ മുസ്ലിമായി. അങ്ങനെ മുസ്ലിമായ അവരെന്ത് ചെയ്തു? അതിൽ ഒരാൾ അള്ളാഹിൻ്റെ മാർഗത്തിൽ ഷഹീദായി. അയാൾ ഷഹീദായി. അടുത്ത വ്യക്തി, അയാൾ വീണ്ടും കുറച്ച് കാലം കൂടെ ജീവിച്ച് കട്ടിലിൽ കടന്നിട്ട് സാധാരണ രീതിയിൽ അയാൾ മരിച്ചു. സാധാരണ രീതിയിൽ മരിച്ചു. ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു പറയണം, അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ ഷഹീദായ മനുഷ്യൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിൻ്റെ മുൻപ് കട്ടിലിൽ കിടന്ന് സാധാരണ രീതിയിൽ മരിച്ച മനുഷ്യൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. മനസ്സിലായോ? കട്ടിലിൽ കിടന്ന് മരിച്ച ആൾ ആദ്യം സ്വർഗം, അതാണ് സ്വപ്നം. അപ്പം ഇദ്ദേഹത്തിന് വലിയ ആശ്ചര്യം, വലിയ അത്ഭുതം. എന്താ സംഭവം? ഷഹീദ് എന്ന് പറഞ്ഞ വലിയ ദറജുള്ള ആളാണല്ലോ. അയാൾ സ്വർഗത്തിൽ പോണതിന് മുമ്പ് എങ്ങനെയാ പട ഇയാൾ സ്വർഗത്തിൽ പോകുക? നബിനോട് ചെന്നിട്ട് പറഞ്ഞു, നബി ഞാൻ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു, എന്താ അതിൻ്റെ വസ്തുത എന്താ നബിയെ? അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, അലൈസ ഖദ് മക്കത ഹാദാ ബഅദഹു സന? ആ ഷഹീദായ മനുഷ്യൻ, അയാൾ ഷഹീദായതിൻ്റെ ശേഷം ഒരു വർഷം കൂടെ ഇയാൾ ജീവിച്ചിട്ടില്ലേ? കുറച്ച് കാലം കൂടി ഇയാൾ ജീവിച്ചിട്ടില്ലേ? അപ്പം പറഞ്ഞു, അതേ നബിയെ, ജീവിച്ചിട്ടുണ്ട്. വഅദ്റക റമളാൻ ഫസാമഹു, അയാൾ ഒരു റമളാനിനെ കൂടെ കണ്ടുമുട്ടിയിട്ടില്ലേ? ആ റമളാനിൽ അയാൾ നോമ്പ് നോറ്റിട്ടില്ലേ? അപ്പം പറഞ്ഞു, അതെ നബിയെ, നോമ്പ് നോറ്റുകണ്, റമളാനിൽ ജീവിക്കാൻ അയാൾക്ക് അവസരം ഉണ്ടായിട്ടുണ്ട്. വസല്ല കദ വകദ സജദതൻ ഫിസ്സന, അയാൾ ആ ഒരു വർഷക്കാലം സുജൂദ് ചെയ്തില്ലേ, നിസ്കരിച്ചില്ലേ, നമസ്കാരമൊക്കെ നിർവഹിച്ചില്ലേ? അവൻ നബിയോടെ പറഞ്ഞു, അതേ നബിയെ, അത് തന്നെയാണ് വ്യത്യാസം എന്നാണ് നബി പഠിപ്പിക്കുക. അത് തന്നെയാണ് വ്യത്യാസം. നോക്കൂ നിങ്ങൾ, ഒരു ആയുസ്സിനെ നീട്ടിക്കിട്ടി, ആ ആയുസ്സിൽ നിർബന്ധമായ കർമ്മങ്ങൾ അയാൾ ചെയ്തു, പ്രത്യേകിച്ച് നോമ്പ്, നമസ്കാരം. നബി എടുത്തു പറഞ്ഞു നോമ്പിനെ കുറിച്ച്. അപ്പൊ ഷഹീദായ മനുഷ്യൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിന്റെ മുമ്പ് ഈ വ്യക്തി സ്വർഗത്തിൽ പോകാനുള്ള കാരണം എന്താ? അയാൾക്ക് ആയുസ് കിട്ടി. ആ ആയുസ്സിൽ എന്ത് ചെയ്തു? അയാൾ റമദാനിനെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്, നോമ്പ് നോറ്റിട്ടുണ്ട്. ആരാണ് മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠനായ ആൾ? നബിയോട് ചോദിച്ചു, അയ്യുന്നാസി ഖൈറുൻ, നബിയെ മനുഷ്യരിൽ ആരാണ് ശ്രേഷ്ഠനായ ആളുകൾ? നബി പറഞ്ഞു, മൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു, ആയുസ് കുറേ കാലം ജീവിക്കാൻ അവസരം ലഭിച്ച ആളാ, ആയുസ് നീട്ടി കിട്ടിയ ആളാ. അതേപോലെ തന്നെ ആ ആയുസ് നീട്ടി കിട്ടിയാൽ പോരാ, ആ കിട്ടിയ ആയുസ്സിൽ നന്മ ചെയ്ത ആളാന്ന് പറഞ്ഞു, സുഹൃതങ്ങൾ ചെയ്ത ആളാണ്. മനസ്സിലായോ? അപ്പൊ ആയുസ് നീട്ടി കിട്ടുക എന്നുള്ള ഭാഗ്യമാണ്. പക്ഷെ എന്ത് വേണം? ലഭിച്ച ആയുസ്സിൽ നന്മ ചെയ്യണം, സുഹൃതങ്ങൾ ചെയ്യണം. നബിനോട് ചോദിച്ചു, ഫഅയ്യുന്നാസി ശർറുൻ, മനുഷ്യരിൽ മോശമായ ആളുകൾ ആരാ? ഷെറിലുള്ള ആൾക്കാരാരാ? നബി പറഞ്ഞു, മൻ ത്വാല ഉംറുഹു വസഅ അമലുഹു, ആയുസ്സൊക്കെ കുറെ കിട്ടി പക്ഷേ കർമ്മങ്ങളൊന്നുമില്ല, നന്മകളൊന്നും ചെയ്യാത്ത ആള്, അയാളാണ് ഏറ്റവും മോശപ്പെട്ട ആള്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ദുആ ചെയ്യണം നമ്മൾ. റബ്ബ് നമുക്ക് ആയുസ് നൽകുന്നുണ്ട്, റബ്ബ് ഇനിയും നമുക്ക് ആയുസ് നീട്ടിത്തരട്ടെ. ആ ആയുസ്സിൽ എന്ത് വേണം? നന്മകൾ ചെയ്യാൻ നമുക്ക് സാധിക്കണം, സുഹൃതങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തൂബ ലിമൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു, ചില ആളുകൾക്ക് മംഗളാശംസകൾ. തൂബ ലിമൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു, ചില ആളുകൾക്ക് മംഗളാശംസകൾ. ആരാണ് അവര്? ആയുസ് നീട്ടി കിട്ടിയ ആളുകൾ. ആ ആയുസ് നീട്ടി കിട്ടിയിട്ട് ആ ആയുസ്സിൽ അവരെന്ത് ചെയ്തു? അവരുടെ കർമ്മങ്ങൾ അവർ നന്നാക്കി. അങ്ങനെയുള്ള ആളുകൾക്ക് മംഗളാശംസകൾ. തൂബ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലൊരു മരമാണ് അഭിപ്രായമുണ്ട്. തൂബ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലൊരു മരം, അങ്ങനെ അഭിപ്രായമുണ്ട്. ആ മരത്തെക്കുറിച്ച് തൂബ ഷജറത്തുൻ ഫിൽ ജന്ന, സ്വർഗത്തിലൊരു മരമാണ്. മസീറത്തു മിഅത്തി ആമീൻ, 100 വർഷത്തെ വഴി ദൂരം ഉണ്ടാകും. അതിൻ്റെ മരത്തിൻ്റെ തണലുണ്ടല്ലോ, ചില്ല, 100 വർഷത്തെ വഴി ദൂരം. ആ മരത്തിൽ നിന്നാണ് സ്വർഗവാസികൾക്കുള്ള വസ്ത്രമുണ്ടാക്കുന്നത് എന്നൊക്കെ ഹദീസിൽ വന്നിട്ടുണ്ട്. ആ തൂബ എന്ന് പറയുന്ന മരത്തിൽ നിന്നാണ്. ഇവിടെ എന്താ ഹദീസിലെ പാടെന്താ? ആയുസ്സിനെ നീട്ടിക്കിട്ടിയാൽ, ആയുസ് ലഭിച്ചാൽ ആ ആയുസ്സിൽ എന്ത് ചെയ്യണം? നന്മകൾ ചെയ്യണം. അപ്പം നമുക്ക് അള്ളാഹു തൗഫീക്ക് നൽകിയാൽ ഇൻഷാ അള്ളാഹ് ഈ റമളാൻ നമുക്ക് സ്വീകരിക്കാൻ പറ്റും. അപ്പോൾ ആ റമളാൻ എന്ത് ചെയ്യണം? ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുന്ന ആളുകളായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മാറണം. എന്തുകൊണ്ട് റമളാനിനെ നമ്മൾ ഉപയോഗപ്പെടുത്തണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അതാകുൻ ഷഹ്റു റമളാൻ ഷഹ്റുൻ മുബാറക്, അതുകൊണ്ടാണ് ഇതാ നിങ്ങളിലേക്കൊരു അനുഗ്രഹീതമായ മാസം വന്നിരിക്കുകയാണ്. എന്താണ് ആ മാസത്തിന്റെ പ്രത്യേകത? ഷഹ്റുൻ മുബാറക്, മുബാറക്കായ മാസമാണ്, അനുഗ്രഹീതമായ മാസമാണ്.
ബറക്കത്ത് നൽകപ്പെട്ട മാസമാണ് അല്ലെ. ഒട്ടനവധി അനുഗ്രഹങ്ങൾക്ക് സാക്ഷിയായ മാസമാണ് ഏത് മാസം? റമദാൻ മാസം. പരിശോധിച്ചാൽ മതി നമ്മൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും പ്രസിദ്ധമായ വേദഗ്രന്ഥങ്ങളെല്ലാം ഖുർആൻ, സബൂർ, ഇഞ്ചീൽ, തൗറാത്ത് ഇതൊക്കെ നിയോഗിച്ചത് എപ്പോഴാണ്? ഇതൊക്കെ പ്രവാചകന്മാർക്ക് കൊടുത്തത് എപ്പോഴാണ്? റമദാനിലാണ്. എല്ലാ വേദഗ്രന്ഥങ്ങളും പറയപ്പെട്ട അറിയപ്പെട്ട വേദഗ്രന്ഥങ്ങളിൽ ഏറ്റവും പ്രസിദ്ധമായതൊക്കെ നൽകാൻ വേണ്ടി അള്ളാഹു തെരഞ്ഞെടുത്തത് റമദാനാണ്. ഉൻസിലത്ത് സുഹുഫ് ഇബ്രാഹിം അവ്വല ലൈലത്തി മിൻ ശഹ്രി റമദാൻ. ഇബ്രാഹിം നബിക്ക് കൊടുത്ത ഏട് റമദാനിൽ 1-ാമത്തെ ദിവസമാണ്. തൗറാത്ത് കൊടുത്തത് 6-ാമത്തെ ദിവസമാണ് റമദാനിലെ. ഇഞ്ചീൽ 13-ാമത്തെ ദിവസമാണ്. അതേപോലെ തന്നെ സബൂർ അത് 18-ാമത്തെ ദിവസമാണ്. ഖുർആൻ റമദാനിൻ്റെ അവസാനത്തെ 10-ലാണ്. ഇതിനപ്പുറം എന്ത് ശ്രേഷ്ഠത റമദാൻ നമുക്ക് പറയേണ്ടത്? അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ നേരായ മാർഗത്തിലേക്ക് നയിക്കാൻ വേണ്ടി ഓരോ കാലഘട്ടങ്ങളിലും പ്രവാചകന്മാരിലൂടെ എത്തിച്ചു കൊടുത്ത വേദഗ്രന്ഥങ്ങൾ അത് പ്രവാചകന്മാർക്ക് കൈമാറാൻ വേണ്ടി അള്ളാഹ് തിരഞ്ഞെടുത്ത മാസം ഏതാ? റമദാൻ മാസമാണ്. മനസ്സിലായില്ലേ? അത്ര പവിത്രമായ മാസമാണ്. തീർന്നോ? ഇല്ല. മുസ്ലിങ്ങൾക്ക് കരുത്തു പകർന്നൊരു സംഭവം ഏതാ? മുസ്ലിങ്ങളുടെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ ദുർബലരായിരുന്നു മുസ്ലിങ്ങൾ അല്ലേ? ദുർബലരായിരുന്നു. പീഡനങ്ങൾ സഹിച്ച മക്കയിൽ മുസ്ലിങ്ങൾ ജീവിച്ചത്. അവർക്ക് കരുത്ത് ലഭിച്ചൊരു സമയം ഏതാ? അവർ ഹിജ്റ പോകേണ്ടി വന്നു നാട്ടിൽ നിന്ന്. ആ നാട്ടിൽ നിന്ന് മദീനയിലെത്തി അവിടെ താമസിക്കാൻ അനുവദിക്കാതെ അവരെ ആക്രമിക്കാൻ വേണ്ടി വന്നു മക്കയിലെ മുശ്രിക്കുകളായ ആളുകൾ. അപ്പോഴാ ബദർ ഉണ്ടാകുന്നത്. ആ ബദർ എപ്പോഴാ? ആ ബദർ റമദാനിലാ. വിശ്വാസികളായ ആളുകൾക്ക് ബദറിൽ വിജയമുണ്ടായത് റമദാൻ മാസത്തിൽ, റമദാൻ 17-നാണ് എന്നാണ് പ്രസിദ്ധമായ പ്രബലമായ അഭിപ്രായം. വലിയ അനുഗ്രഹമാണത്. സത്യവും അസത്യവും അല്ലാഹ് വേർതിരിച്ചത് റമദാനിലാണ് അല്ലേ? ശത്രുക്കൾ പരാജയപ്പെട്ട ചരിത്രം നമുക്കറിയാം. അതേപോലെ തന്നെ മുസ്ലിങ്ങൾക്ക് ഇസ്സത്ത് നൽകിയ, ശത്രുക്കളൊക്കെ പേടിച്ച രംഗാണ് ഏത്? മക്ക വിജയ ദിവസം. മക്ക വിജയ ദിവസം അല്ലേ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും മക്ക വിജയിച്ചടക്കിയ ദിവസം അത് ഇതില റമദാനിലാണ്. അത് റമദാനിലാണ്. അതാ റമദാനിൽ ലഭിച്ച അനുഗ്രഹം എന്ന് പറഞ്ഞത്. ഉഹുദ് യുദ്ധത്തിന് നബി സൈന്യത്തെ ഒരുക്കിയത് റമദാൻ മാസത്തിലാണ്. ഖന്തക്ക് യുദ്ധത്തിന് സൈന്യത്തെ തയ്യാറാക്കിയത് റമദാൻ മാസത്തിലാണ്. സഖീഫ് ഗോത്രം ഒന്നടങ്കം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്ത് വന്ന് ഇസ്ലാം സ്വീകരിച്ചത് റമദാൻ മാസത്തിലാണ്. സഖീഫ് ഗോത്രം. ഹുനൈൻ യുദ്ധത്തിന് വേണ്ടിയുള്ള നീക്കം തുടങ്ങിയത് റമദാനിലായിരുന്നു. ഇങ്ങനെ എണ്ണുകയാണ് എങ്കിൽ ഒട്ടനവധി അനുഗ്രഹങ്ങൾ വിശ്വാസികളായ ആളുകൾക്ക് റമദാൻ ലഭിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു മാസത്തിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ പ്രവേശിക്കാൻ പോണത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഈ റമദാനിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നന്മയിൽ മുന്നേറണം. നന്മയിൽ മുന്നേറണം. വയുനാദി മുനാദിൻ കുല്ല ലൈലത്തിൻ. വിളിച്ചു പറയുന്ന ഒരാൾ, മലക്കുകളാണ് അവര്, എല്ലാ രാത്രിയും വിളിച്ചു പറയുന്ന, യാ ബാഗിയൽ ഖൈർ ഹലുമ്മ. നന്മ ചെയ്യുന്ന മനുഷ്യ ധൃതി കാണിച്ചോ, തിരക്ക് കൂട്ടിക്കോ, നന്മ വർദ്ധിപ്പിച്ചോ, നന്മ വർദ്ധിപ്പിച്ചോ. വയാ ബാഗിയ ശർ. തിന്മ പ്രവർത്തിക്കുന്ന മനുഷ്യ അക്സിർ അക്സിർ. തിന്മ ചെയ്യല്ല, കുറക്ക്, തിന്മയിൽ നിന്ന് മാറി നിൽക്കുകയെന്ന് വിളിച്ചു പറയുന്ന മലക്കുകൾ എല്ലാ രാത്രിയും വിളിച്ചു പറയുന്നതാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് വേണം? നന്മ ചെയ്യണം നമ്മൾ. റബ്ബ് നമ്മളെ അനുഗ്രഹിച്ചാൽ റമദാനിൽ എന്ത് ചെയ്യണം? അതിലെ ഒരു സമയം പോലും ഒഴിവാക്കാതെ നമ്മൾ നന്മ ചെയ്യണം. നോമ്പിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ആദ്യം മനസ്സിലാക്കും, നോമ്പ് നിർബന്ധമാണെന്നുള്ള വിഷയമാണ്. നോമ്പ് നിർബന്ധമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാം. നിങ്ങളുടെ മേൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. നമുക്ക് മാത്രമല്ല നോമ്പ് നിർബന്ധം, ഇന്നലകളിൽ കഴിഞ്ഞുപോയ എല്ലാ ആളുകൾക്കും നോമ്പുണ്ടായിരുന്നു. യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാം. നിങ്ങളുടെ മേൽ നോമ്പ് നിർബന്ധമാണ്. കമാ കുതിബ അലല്ലദീന മിൻ ഖബലിക്കും. നിങ്ങളുടെ മുമ്പുള്ളവർക്ക് നിർബന്ധമാക്കപ്പെട്ടതുപോലെ. നോമ്പ് നമുക്ക് മാത്രമുള്ള ഇബാദത്തല്ല, എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. എല്ലാ സമുദായങ്ങൾക്കും ഇബാദത്തുണ്ട്. നോമ്പിനെ കുറിച്ച് എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കയുടെ അതിൽ നോമ്പിനെ കുറിച്ച് വിശദീകരിക്കുന്ന ഒരു ഭാഗമുണ്ട്. അവിടെ പറഞ്ഞ എന്താ അറിയോ? നോമ്പ് മതചടങ്ങായി അംഗീകരിക്കാത്ത ഒരു മതവും ഉണ്ടായിട്ടില്ല. എല്ലാ മതങ്ങളിലും നോമ്പുണ്ട്. ഇസ്ലാം മതത്തിൽ മാത്രമൊന്നല്ല, എല്ലാ മതത്തിലും നോമ്പുണ്ട്. അതിൻ്റെ അനുഷ്ഠാന രീതിയിൽ, അതേപോലെ തന്നെ സ്ഥലകാലങ്ങളിൽ, അതിൻ്റെ അത്തരം കാര്യങ്ങളിലൊക്കെ വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ എല്ലാവർക്കും എന്തുണ്ട്? നോമ്പുണ്ട്. ഇപ്പൊ ഹിന്ദു മതത്തിൽ നോമ്പുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിൽ പ്രസിദ്ധമായ മതമാണ് ഹൈന്ദവ സഹോദരങ്ങൾ. അവർക്ക് നോമ്പുണ്ട്. പ്രൊഫസർ ടി എം പി മഹാദേവൻ, അദ്ദേഹം
ഹിന്ദു മതത്തിൽ ആചരിക്കുന്ന നോമ്പിനെ കുറിച്ച് അദ്ദേഹം എഴുതിയത് ഉത്സവങ്ങളിലും വാർഷികാഘോഷങ്ങളിലും ചില ദിവസങ്ങൾ നോമ്പിനായിട്ടുണ്ട്. ആർക്ക്? നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങൾക്ക്. ആത്മശുദ്ധിയും ഹൃദയ പരിപോഷണവുമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രാർത്ഥനക്കും ആരാധനക്കുമായി ഹൈന്ദവ സമുദായത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും ചില പ്രത്യേക ദിവസങ്ങളുണ്ട്. അന്ന് അധിക പേരും നോമ്പ് അനുഷ്ഠിക്കുമെന്നാണ്. അപ്പൊ ഹൈന്ദവ സഹോദരങ്ങൾക്ക് നോമ്പുണ്ട്. അതേപോലെ തന്നെ ക്രൈസ്തവ സഹോദരങ്ങൾക്ക് അതിന് നോമ്പുണ്ട്. ക്രൈസ്തവ സഹോദരങ്ങൾക്ക് നോമ്പുണ്ട്. യേശു ക്രിസ്തു 40 ദിവസം അന്നപാനാദികൾ വെടിഞ്ഞു കഴിച്ചുകൂട്ടിയതായി പുതിയ നിയമത്തിൽ നമുക്ക് വായിക്കാൻ പറ്റും. അപ്പം ഞാൻ ഇത് പറഞ്ഞെന്തിനാ അറിയോ? എല്ലാ ആൾക്കാർക്കും നോമ്പുണ്ട്. അതിൻ്റെ രീതിയിൽ വ്യത്യാസമുണ്ട്. ഇപ്പം ക്രൈസ്തവ സഹോദരങ്ങളുടെ നോമ്പ് നമ്മളെ നോമ്പ് പോലെയല്ല, ഹൈന്ദവ സഹോദരങ്ങളുടെ നോമ്പ് നമ്മുടെ നോമ്പ് പോലെ. പക്ഷെ നോമ്പ് എന്ന് പറയുന്ന ഇബാദത്ത് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്, ഇന്നുണ്ടത്. എന്നാൽ ഇസ്ലാമിലെ നോമ്പിന് എന്തുണ്ട്? അതിന് ചില പ്രത്യേകതകളുണ്ട്. ഇസ്ലാമിലെ നോമ്പിന് ചില നിയമങ്ങളുണ്ട്. ഇസ്ലാമിൽ നോമ്പ് തന്നെ പലതരത്തിലുണ്ട്. നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് 3 നോമ്പുകളെ കുറിച്ച് പറയാം. ഞാൻ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാൻ പോകുന്നത്. 1 റമദാനിലെ നോമ്പാണ്, 2 പ്രായശ്ചിത്തവുമായി ബന്ധപ്പെട്ട നോമ്പാണ്, 3 നേർച്ചയുമായി ബന്ധപ്പെട്ട നോമ്പാണ്. മനസ്സിലായില്ലേ? ഇതിലെ റമദാനിലെ നോമ്പ് എന്താണ്? അത് നിർബന്ധമാണ്. ഞാൻ അത് മാത്രം പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കും. റമദാനിലെ നോമ്പ് നിർബന്ധമാണ്. ഇസ്ലാമിൻ്റെ റുക്കിനുകളിൽപ്പെട്ട ഒന്നാണ് നോമ്പ്. ഇസ്ലാമിൻ്റെ റുക്കിനുകളിൽപ്പെട്ട ഒന്നാണ് റമദാനിലെ നോമ്പ്. മനസ്സിലായില്ലേ? ഇസ്ലാം കാര്യങ്ങൾ 5 ബുനിയൽ ഇസ്ലാം അല ഖംസിൻ, 5 തൂണുകളിലാണ് ഇസ്ലാം. ഷഹാദത്ത് കലിമ, നമസ്കാരം, സക്കാത്ത്, നോമ്പ്, ഹജ്ജ്. അപ്പൊ ഇസ്ലാമിന്റെ അടിസ്ഥാനാണെന്ത്? റുക്കിനാണെന്ത്? റുക്കിനിൽ ഒന്നാണെന്ത്? നോമ്പ് എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കൃത്യമായി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഫമൻ ഷഹീദ മിൻകും അശ്ശഹ്റ ഫൽയസും. ആരെങ്കിലും ആ മാസത്തിൽ ഹാജറുണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യണം? അവന് നോമ്പ് നോൽക്കണം. അവന് നോമ്പ് നോൽക്കണം. നോമ്പ് നിർബന്ധമാണ്. നോമ്പിൽ ഇളവ് നൽകിയ ആളുകളുണ്ട്, നോമ്പ് നോൽക്കാൻ പാടില്ലാത്ത ആൾക്കാരുണ്ട്. അതൊക്കെ നമുക്ക് വിശദീകരിക്കാം ഇൻഷാ അല്ലാഹ്. നോമ്പ് ഹിജ്റ 2-ലാണ് നോമ്പ് എന്ത് ചെയ്യുന്നത്? നിർബന്ധമാക്കുന്നത്. ഹിജ്റ 2-ലാണ് നോമ്പ് നിർബന്ധമാക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 9 റമദാനുകളിൽ നോമ്പ് നോറ്റിട്ടുണ്ട്. 9 റമദാനുകളിൽ. മനസ്സിലായില്ലേ? 9 റമദാനുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പ് നോറ്റതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ബാക്കി ഇനി റമദാനിൻ്റെ ശ്രേഷ്ഠതകൾ പറഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ അഹ്കാമുകളിലേക്ക് പ്രവേശിക്കാം. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. അപ്പം ഞാൻ ഇന്ന് പറഞ്ഞെന്താ, നമ്മൾ ഇത്തരം ക്ലാസ്സുകളിലൂടെ നമ്മൾ ഓരോരുത്തരും അറിവ് നേടാൻ വേണ്ടി പരിശ്രമിക്കും. അതാണ് ഏറ്റവും പ്രധാനം. ആ അറിവ് നേടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നന്നായി കേൾക്കണം, നന്നായി മനസ്സിലാക്കണം. അതേപോലെ തന്നെ അത് ഹിഫ്ളാക്കേണ്ടത് ഹിഫ്ളാക്കണം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കണം. അത് മറ്റുള്ള ആളുകളിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? എത്തിക്കണം. നമ്മുടെ ബാധ്യതയാണ്. ഇഖ്ലാസ് ഉണ്ടായിരിക്കണം. നമ്മുടെ കർമ്മങ്ങൾ നന്നായി പഠിക്കണം. നമ്മളൊരു പരിശുദ്ധ മാസത്തെ നമ്മൾ സ്വീകരിക്കണം. അതുകൊണ്ട് തന്നെ ആയുസ് ലഭിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? നന്മകളിൽ പിറകോട്ട് പോകാതെ നന്മകൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും കഠിനമായി പരിശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നാളത്തെ ക്ലാസ്സിൽ നമുക്ക് കുറച്ച് പറയും. എല്ലാ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ച, ഇനി വരുന്ന എല്ലാ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയാണ് ക്ലാസ് ഉണ്ടായിരിക്കുക. നമ്മൾ 8:30 മണിക്ക് ക്ലാസ് തുടങ്ങും. ഇന്ന് ഞാൻ 5 മിനിറ്റ് ഏറെ എടുത്തിട്ടുണ്ട്. അത് തുടക്കത്തിൽ കുറച്ച് നമ്മൾ വൈകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരല്പസമയം ഞാൻ ഏറെ എടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നാളെ നമ്മളത് എടുക്കില്ല. ആ കറക്റ്റ് സമയത്ത് നമ്മൾ നിർത്തും ബീദിനില്ല. അല്ലാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. അപ്പോൾ നമ്മുടെ ഈ ക്ലാസ്സിലേക്ക് നിങ്ങളുടെ പരിചയത്തിലുള്ള ആളുകളെയൊക്കെ ക്ഷണിക്കുക, എല്ലാവരെയും വിളിക്കുക. അവർ കേൾക്കട്ടെ, അവർക്ക് ഉപകാരപ്പെടട്ടെ. ഒരാൾ ഇതിലൂടെ ഈ ക്ലാസ്സിലൊക്കെ വന്ന് കേട്ട് പഠിച്ച് മനസ്സിലാക്കിയാൽ അവർ നോമ്പ് നോൽക്കുമ്പോൾ അതിൻ്റെ കൂലി നമുക്ക് കിട്ടും, നമുക്ക് എല്ലാവർക്കും കിട്ടും. മനസ്സിലായി? അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇത്തരം വിജ്ഞാനത്തിൻ്റെ സദസ്സുകളിൽ ഈ ഒരു സമയത്ത്, നാളെ ഇതേ സമയത്ത് എല്ലാവരും ഒന്നുകൂടെ തയ്യാറായി എഴുതാനും മറ്റൊക്കെ സൗകര്യത്തോടുകൂടെ വന്നിരിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഈ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഒരു ടെക്സ്റ്റായിട്ട് എന്ത് ചെയ്യുക? എഴുതി വാട്സപ്പ് നമ്പറിലേക്ക്, എൻ്റെ നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. അപ്പം തന്നെ അതിൽ മറുപടി കിട്ടുന്നല്ല. ഇൻഷാ അല്ലാഹ് അതൊക്കെ പരിശോധിച്ച് നമ്മുടെ ക്ലാസ്സുകളിൽ തന്നെ എന്ത് ചെയ്യും? കുറേ കാര്യങ്ങൾ വരും. പല വിഷയങ്ങളും ക്ലാസ്സുകളിൽ തന്നെ മറുപടി വരും. അത് വരാത്ത കാര്യങ്ങൾ, നമ്മൾ ഗൗരവമുള്ള വിഷയങ്ങൾ, ബഹുമാന്യനായ അബ്ദുൽ ജബ്ബാർ മദീനി ഹഫിളഹുല്ലാഹ് അദ്ദേഹം അവസാന സമയത്ത് നമ്മുടെ നടക്കുന്ന ആ ചോദ്യോത്തര സെഷനിൽ എന്ത് ചെയ്യും? അദ്ദേഹം ഇൻഷാ അല്ലാഹ് അതിന് മറുപടി പറയും. ബാക്കിയുള്ളതൊക്കെ ചിലതൊക്കെ നമ്മുടെ ക്ലാസ്സിൽ തന്നെ നമ്മൾ പറഞ്ഞു പോകും. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യുക? ഇന്ന വിഷയങ്ങളൊക്കെ സംശയമുണ്ട്, അത് നമ്മുടെ ക്ലാസ്സിൽ വരണം, ആ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയിക്കുക. മെസ്സേജ് ആയിട്ട് എന്ത് ചെയ്യുക? അറിയിക്കുക.
പ്രത്യേകിച്ച് സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്. ഇൻഷാ അതൊക്കെ നമ്മൾ ചർച്ച ചെയ്യും. ഗർഭിണികളുടെ നോമ്പ്, മുലയൂട്ടുന്നവരുടെ നോമ്പ്, അതേപോലെ തന്നെ നഷ്ടപ്പെട്ട നോമ്പ്, അതൊക്കെ ഇൻഷാ നമ്മുടെ ചർച്ചയിൽ വരും. ദീന് നന്നായി പഠിക്കാൻ, മനസ്സിലാക്കാൻ, അതനുസരിച്ച് കൊണ്ട് ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞുമറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുടെ അല്ലാഹു അവർക്ക് ശിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഅ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.